ഓൾറൈറ്റ്. ഹിറ്റ്ലർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു വലിയ നുണ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർ സത്യമാണെന്ന് വിശ്വസിക്കുന്നു. അതിനെയാണ് ചുരുക്കിയിട്ട് ഇംഗ്ലീഷിൽ പ്രോപ്പഗണ്ട എന്ന് പറയുന്നത്. പ്രോപ്പഗണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മലയാളത്തിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ആൾക്കാരെ അറിയിക്കണം ആകാശം നീല കളറല്ല പച്ച കളറാണെന്നുള്ളത് അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, റിപ്പീറ്റേറ്റീവ്ലി സോഷ്യൽ മീഡിയയിലും പിന്നെ ടി വിയിലും ഫ്ലെക്സിലും നിങ്ങൾ കാണുന്ന എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യാണ്, പൈസ മുടക്കിയിട്ട് അല്ലെങ്കിൽ ആൾക്കാരെ വിട്ടിട്ട് ആകാശം പച്ച കളറാണെന്ന് ഞാൻ സ്ഥാപിക്കുകയാണ്. അങ്ങനെ നിങ്ങളത് കണ്ട് കേട്ട് അവസാനം നിങ്ങളത് വിശ്വസിക്കുന്നൊരവസ്ഥയിലേക്ക് വരുന്നത് ഇടത്താണ് എൻ്റെ പ്രോപ്പഗണ്ടയുടെ വിജയം. ഇതുപോലെയാണ് വലിയ വലിയ കമ്പനികളും രാഷ്ട്രീയ പാർട്ടികളും മതപുരോഹിതന്മാരൊക്കെ നമ്മളെന്ത് ചെയ്യുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, നമ്മളെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോപ്പഗണ്ട കറക്റ്റ് വർക്കായിട്ടുള്ള ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അമേരിക്കയിൽ 1920 വരെ ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവർ കോഫി കഴിക്കും, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് കഴിക്കും, അല്ലെങ്കിൽ ഒരു ബ്രെഡ് കഴിക്കും. ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ബീച്ച് ആൻഡ് നട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഉണ്ടായിരുന്നു അമേരിക്കയിൽ. അവരുടെ മെയിൻ പ്രൊഡക്റ്റാണ് പന്നിയിറച്ചിയിൽ നിന്നുണ്ടാകുന്ന ബേക്കൺ. ഓക്കെ, ബേക്കൻ്റെ സെയിൽസ് വളരെ കുറവായിരുന്നു ആ സമയത്ത്. അവർക്കത് എങ്ങനെയെങ്കിലും കൂട്ടണം. അവർ എഡ്വേർഡ് ബ്രുനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ സമീപിക്കുന്നത്. ഈ പുള്ളിയാണെങ്കിൽ നമ്മുടെ സൈക്കോളജിയുടെ പിതാവായിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മരുമകനാണ്. അപ്പോൾ പുള്ളിക്ക് കറക്റ്റ് അറിയാം ആൾക്കാരെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം, ആൾക്കാരെ എങ്ങനെ സ്വാധീനിക്കാം സൈക്കോളജിക്കലി മെൻ്റലി എന്നൊക്കെ. അങ്ങനെ ഇയാളുടെ അടുത്ത് ഇവർ വന്നിട്ട് പറയും, നമ്മുടെ ബേക്കൻ്റെ സെയിൽസ് വളരെ കുറവാണ്, എന്തെങ്കിലും ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് ഈ സെയിൽസ് ഒന്ന് കൂട്ടി തരണമെന്ന് പറയും. അയാൾ പറഞ്ഞു ഓക്കെ നമുക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ ആലോചിച്ചു, ആരാണ് അമേരിക്കക്കാരോട് എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്ന് പറയുന്നത്? ആരായിരിക്കും? ഡോക്ടേഴ്സ്. അമേരിക്കയിൽ ഓൾ ഓവറുള്ള 4500 ഡോക്ടർമാരെ ഇയാൾ സ്വാധീനിച്ചു. എന്നിട്ട് ഈ 4500 ഡോക്ടർമാരെ കൊണ്ട് ആൾക്കാരോട് പറയിപ്പിച്ചു ഹെവി ആയിട്ട് എഗ്സും ബേക്കണും, അതായത് കോഴിമുട്ടയും നമ്മുടെ പന്നിയുടെ ഇറച്ചിയിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബേക്കണും കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് അത്രയും ബെനഫിഷ്യലാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മീലാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീലാണെന്ന് പറയിപ്പിച്ചു. ഈ ഡോക്ടേഴ്സ് ഇത് ആൾക്കാരോട് പറയുന്നതിന് പുറമെ ഇവരെന്ത് ചെയ്തു, പത്രത്തിലും മീഡിയാസിലൊക്കെ ഇത് പബ്ലിഷ് ചെയ്തു. അതേസമയം തന്നെ ബീച്ച് ആൻഡ് നട്ടിൻ്റെ പരസ്യവും പബ്ലിഷ് ചെയ്തു. അങ്ങനെ ഇവരുടെ സെയിൽസ് ക്രമാതീതമായിട്ട് കുതിച്ചുയർന്നു. അങ്ങനെയാണ് ഓൾ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെ ഉണ്ടാവുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാണുന്ന എന്ത് പരസ്യമായാലും എന്ത് ന്യൂസ് ആണെങ്കിലും അത് ടി വിയിലായിക്കോട്ടെ, സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പറിലായിക്കോട്ടെ, എന്തും നമ്മൾ കാണുമ്പോൾ ഒറ്റയടിക്കങ്ങ് വിശ്വസിക്കാണ്ട് അതിനെ പറ്റിയിട്ട് ഒന്ന് റിസർച്ച് നടത്തിയിട്ട് അതിൻ്റെ പിന്നിൽ എന്താണെന്ന് കണ്ടുപിടിക്കാനൊക്കെ ശ്രമിക്കുക. എന്നിട്ട് വേണം ഒരു സംഭവം വിശ്വസിക്കാൻ. അപ്പോൾ നിങ്ങൾ കോൾഗേറ്റിൻ്റെ അങ്ങനെയുള്ള പ്രൊഡക്ട്സിൻ്റെ ഒക്കെ പരസ്യം കണ്ടിട്ടുണ്ടാവും. 99% ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ നിങ്ങളെ ഡെൻറ്റിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ഡെൻറ്റിസ്റ്റ് ഇത് ശുപാർശ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അതായത് നിങ്ങളെ ചുറ്റുമുള്ള ഓരോ മീഡിയയും നിങ്ങളെ എങ്ങനെ ഒരു അടിമയായിട്ട് ഒരു ബോക്സിനകത്ത് ഇങ്ങനെ നിർത്തിയിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ എങ്ങനെ വിശ്വസിപ്പിക്കാം, ഇതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഓൺലൈൻ തീവ്രവാദികളെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈനിൽ വർഗീയപരമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കമൻ്റ് ഇടുന്ന എല്ലാവരും നമുക്ക് ഓൺലൈൻ തീവ്രവാദികൾ എന്ന് തന്നെ വിളിക്കാം. അതായത് നമ്മുടെ നാട്ടിൽ, എസ്പെഷ്യലി കേരളത്തിൽ, ഇന്ത്യ ഞാൻ മൊത്തത്തിൽ കിടക്കുന്നില്ല, കേരളത്തിൽ വളരെ മതസൗഹാർദ്ദപരമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഒരാളെ നമ്മൾ മതമോ അല്ലെങ്കിൽ ജാതിയോ വെച്ചിട്ട് ഇപ്പോൾ വിഭജിച്ച് കാണാറോ അല്ലെങ്കിൽ മോശമായിട്ട് പറയാറോ ഒന്നുമില്ല. നമ്മളങ്ങനെ ഒരു സൊസൈറ്റി നല്ലത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ കീടങ്ങൾ ഇവർ ഈ കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇവർ റിയൽ ലൈഫിൽ ചിലപ്പം ഇതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. റിയൽ ലൈഫിൽ ചിലപ്പോൾ ഇവർക്ക് വർഗീയതയൊന്നും ഇല്ലാത്ത ആൾക്കാർക്കും, പക്ഷേ ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ വിഷമുണ്ടല്ലോ, ഇത് ഉണ്ടാക്കാനുള്ള കാരണം വേറെയുണ്ട്. അതായത് ഇവരെ സ്വാധീനിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ അവരുടെ അച്ഛനമ്മമാരായിരിക്കാം, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സെലിബ്രിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം. ഇതിൽ നിന്നൊക്കെ ആയിരിക്കാം ഇവർക്ക് ഈ പ്രോപ്പഗണ്ട അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിങ് കിട്ടിയിട്ടുണ്ടാവുക. ഇത് ഇവർക്ക് കാണിക്കാനൂടെയും പബ്ലിക്കായിട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇത് ഓൺലൈനിൽ കൊണ്ടുപോയിട്ട് ഒരു ഫേക്ക് യൂസർ നെയിം ഒക്കെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ഇടുക. ഓരോ പോസ്റ്റിൻ്റെയൊക്കെ താഴെ കൊണ്ടുപോയിട്ട് വർഗീയപരമായിട്ടുള്ള കമൻറ്റ് ഇടുക. നമ്മുടെ വയനാട് നടന്ന സംഭവത്തിൻ്റെയൊക്കെ താഴെ എത്ര വർഗീയപരമായിട്ടുള്ള കമൻറ്റുകൾ കാണാൻ പറ്റുമെന്ന് അറിയാം. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നത് നമുക്ക് സഹിക്കാൻ പറ്റും, പക്ഷേ നമ്മൾ മലയാളികൾ ഇടുന്നത് കാണുമ്പോഴാണ് ഇതൊക്കെ ഇവരുടെ പ്രോപ്പഗണ്ട, ഇവരുടെ തലയിലുള്ള പ്രോഗ്രാമിങ്ങിൻ്റെയും ഭാഗമായിട്ട് വരുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ വക സംഭവങ്ങളെ പറ്റിയിട്ട് കെയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, ബംഗ്ലാദേശിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു ടീം ആൾക്കാർ അമ്പലം പൊളിക്കുന്നു, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ കുറേ പേര് ഇരുന്നിട്ട് പള്ളി പൊളിക്കുന്നു. നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് കെയർ ചെയ്യേണ്ട എന്ത് കാര്യമുള്ളത്? കാരണം അത് നിങ്ങളെ കൺട്രോളിലുള്ള കാര്യമല്ല. ഓക്കെ, അതിന് നിങ്ങളെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള വല്ല അഹമ്മദിനെ അല്ലെങ്കിൽ രാജനെയൊക്കെ നിങ്ങൾ വെറുക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഓക്കെ, അവരവിടെ ചെയ്യുന്നത് നിങ്ങളെ കൺട്രോളിലുള്ള കാര്യമല്ല. അത് വിചാരിച്ച് നമ്മൾ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സൊസൈറ്റിയിൽ വിള്ളലുണ്ടാക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ന്യൂസിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ ഞാനൊരു ബംഗ്ലാദേശിൽ നടന്നൊരു ന്യൂസ് കാണുന്നുണ്ടെങ്കിൽ അത് ഏത് മീഡിയയാണ് അത് ചെയ്യുന്നത്, ഏത് മീഡിയയാണ് എന്നിലേക്ക് അത് എത്തിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ആദ്യം ഞാനത് നോക്കണം. അതിപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും പക്ഷം ചേർന്നിട്ടുള്ള മീഡിയ ആണെങ്കിൽ എനിക്ക് കിട്ടുന്ന ന്യൂസ് എന്തായിരിക്കും, അവരുടെ പക്ഷത്തിന് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള
ഒരു സംഭവമായിരിക്കും എനിക്ക് കിട്ടുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മളെപ്പോഴും എന്ത് ന്യൂസ് നമ്മൾ കാണുകയാണെങ്കിലും എന്ത് കാര്യങ്ങൾ നമ്മൾ കാണുകയാണെങ്കിലും നമ്മളത് ക്രോസ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് ഓൺലൈനിൽ എന്താ പറയുക റിസർച്ച് ചെയ്യുക, അവിടെയുള്ള ആൾക്കാരുമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒന്നുകിൽ അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടോ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അതിനെപ്പറ്റി പറ്റി അങ്ങോട്ട് ഇഗ്നോർ ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അതുകൊണ്ടൊരു മാറ്റം വരാൻ പോകുന്നില്ല. ലോകത്തോരോ ദുരന്തങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്താണ്? ഓക്കെ, നമ്മൾ പൈസ ഡൊനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്രയൊക്കെയാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ കൺട്രോളുള്ള കാര്യങ്ങൾ. അല്ലാണ്ട് നമുക്ക് അവിടെ പോയിട്ട് ഈ യുദ്ധം ചെയ്യുന്ന ആൾക്കാരോട് തിരിച്ച് യുദ്ധം ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പം നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം തകർക്കാണ്ടിരിക്കുക, അതാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. ഇതൊന്നും നമ്മുടെ നാട്ടിലെ മീഡിയാസോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരോ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവില്ല. ഓക്കെ, കാരണം ഇതെല്ലാം നടക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയയിൽ ഓരോരോ കമൻറ്റ് സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള, വളരെ റാഡിക്കൽ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഓരോരോ മത തീവ്രവാദ രീതിയിലുള്ള കാര്യങ്ങളും കമൻസൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ ട്വിറ്റർ പോലെയുള്ള സോഷ്യൽ മീഡിയാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എന്താണ്? ആരെങ്കിലുമൊക്കെ പ്രോഗ്രാം ചെയ്തിട്ട് എന്താ പറയുക, ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ പ്രോപ്പഗണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ വലിയ നുണകൾ പറഞ്ഞ് പഠിപ്പിച്ച് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരാളെ വെറുക്കാൻ പ്രേരിപ്പിക്കുന്ന പോലെയുള്ള കമൻസ്, പോസ്റ്റുകൾ, ന്യൂസ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ട് ആൾക്കാരുടെ ഉള്ളിൽ വിഷം കുത്തി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ്. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗ്ഗമാണ് മക്കളെ, സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, മതങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ വംശങ്ങൾ തമ്മിൽ കാലാകാലമായിട്ട് യുദ്ധങ്ങളിൽ, ഇപ്പോൾ പാലസ്തീൻ ഇസ്രായേൽ നോക്കിക്കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ തുർക്കി കുർദിഷ് ആയിട്ടുള്ള യുദ്ധം, യുക്രൈൻ റഷ്യ യുദ്ധം, ഇതൊക്കെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളാണ്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യുദ്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേൾക്കാനും കാണാനും, അല്ലെങ്കിൽ വർഗീയത എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേൾക്കാനും കാണാനും. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ, നമ്മുടെ വീട്ടിലെത്തുന്ന വരെ ഭയങ്കര രസമാണ്. ഒരു യുദ്ധത്തിലുള്ളൊരു കൺട്രിയുടെ അവസ്ഥ അറിയാമോ നിങ്ങൾക്ക്? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. രാത്രി എപ്പോഴാണ് മിസൈൽ വന്നിട്ട് സ്വന്തം അച്ഛനും അമ്മയും മൊത്തം ഫാമിലി മരിച്ചു വന്നെന്ന് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റുള്ളവർ വന്നിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ വയനാടൊക്കെ സംഭവിച്ചു കണ്ടില്ല, എത്ര ആൾക്കാരാണ് പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നത്, എത്ര ആൾക്കാരാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലുള്ളൊരു സ്വർഗ്ഗം പോലുള്ളൊരു സ്ഥലത്ത് നിന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളും മതവിദ്വേഷവും വംശീയതയൊക്കെ നിങ്ങൾക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ സ്വന്തം വീട് നിങ്ങൾക്ക് ഇല്ലാണ്ടാകണം. ഓക്കെ, അതൊക്കെ ചിന്തിച്ചാൽ വളരെ നല്ലതായിരിക്കും. നിങ്ങൾ ഈ ഓൺലൈനിൽ പോയിട്ട് മറ്റുള്ളവരോട് വിഷം തുപ്പുന്ന സമയത്ത്. ഞാൻ ഈ ചാനൽ ആക്ച്വലി ഉണ്ടാക്കിയിട്ടുള്ളത് ആൾക്കാർക്ക് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ, അതിപ്പോൾ ഇനി ഹെൽത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും നമ്മൾ പൈസ ഉണ്ടാക്കുന്നതിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും സ്വയം ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളും ടിപ്സും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം, പ്രത്യേകിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ലോകത്തിൽ എന്തോ നടന്നോട്ടെ, ഓക്കെ, നമുക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മളെക്കൊണ്ട് ആകെ നമ്മളെ കൺട്രോളിലുള്ളത്. വേറെ ഒന്നും നമ്മളെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഒരുപാട് ന്യൂസ് കാണുന്നുണ്ടാവും, ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങൾ കാണുന്നുണ്ടാവും. ജസ്റ്റ് ടേൺ ഇറ്റ് ഓഫ്. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഒരു പറച്ചിലുണ്ട്, ഒരു ചെവിയിലൂടെ എടുത്തിട്ട് മറ്റു ചെവിയിലൂടെ വിടുക എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഹെൽത്ത് ഓക്കെയാണോ, നിങ്ങളുടെ വീട്ടുകാരുടെ ഹെൽത്ത് ഓക്കെയാണോ, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് റെഡിയാക്കുന്നുണ്ടോ, ഓൺലൈൻ ബിസിനസ്സുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ സ്വന്തം സ്കിൽ ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ. എപ്പോഴും നമ്മൾ ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്യാനാണ് നോക്കുക. അതായത് ഇന്നലത്തേക്കാൾ ബെറ്റർ ആവണം എനിക്കിന്ന്, നാളെ എനിക്ക് ഇന്നത്തേക്കാൾ ബെറ്റർ ആവണം. ഈ ഒരു തോട്ടിൽ മാത്രം നമ്മൾ കുറച്ച് സെൽഫിഷായിട്ട് ചിന്തിച്ചാലും വളരെ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. ലോകത്തിൽ എന്തോ നടന്നോട്ടെ, അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഓക്കെ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. ഈ സംഭവം മാത്രം ചെയ്യുക. ഓക്കെ, നമുക്കൊരിക്കലും പുറത്തു പോയിട്ട് യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്യാനോ നമുക്ക് സമയമല്ല. കാരണം നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ളൊരു യാത്രയിലാണ്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് ഡയറക്റ്റായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഞാൻ പറയുന്ന സംഭവങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സക്സസ്ഫുൾ ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. പിന്നെ ഞാൻ നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു മോശമായിട്ടുള്ളൊരു പ്രവണത കണ്ടിട്ടുള്ളത്, നമ്മുടെ ഉള്ളിലെന്തോ, നമ്മുടെ ജീനിലാണോ നമ്മുടെ കൾച്ചറിലാണോ എന്നറിയില്ല, നമുക്കെപ്പോഴും ഒരാളെ ആരാധിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതിപ്പോൾ ഈ സിനിമാ നടന്മാരായിക്കോട്ടെ, ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ആരെങ്കിലുമൊക്കെ എപ്പോഴും ഇങ്ങനെ ആരാധിച്ച് അല്ലെങ്കിൽ സ്റ്റാറായിട്ട് കൊണ്ടു നടന്നുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളെ തന്നെ സ്റ്റാറായിട്ട് കൊണ്ടു നടന്നുകൂടാ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ മോഹൻലാൽ ഫാൻസ്, മമ്മൂട്ടി ഫാൻസ്, ഇങ്ങനെ കുറേ പേര്. ഓക്കെ, പിന്നെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് ചാവാനും തല്ലാനും, അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ പിന്നാലെ കൊടി പിടിച്ച് നടക്കാനും ബോംബിടാനൊക്കെ കുറേ പേര്. ഓക്കെ, ഇനി അതും അല്ലെങ്കിൽ മതപുരോഹിതന്മാരുടെ അല്ലെങ്കിൽ മതപണ്ഡിതന്മാരുടെ കൂടെ നടക്കാനും ജയ് വിളിക്കാനും കുറേ പേര്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ മതപണ്ഡിതന്മാർ അല്ലെങ്കിൽ സിനിമാ നടന്മാർ പറയുന്ന കാര്യങ്ങളെല്ലാം വേദവാക്യം എന്ന് പറഞ്ഞിട്ട് നടക്കുക. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഹിറ്റ്ലറിൻ്റെ ഒരു കോട്ട് പറഞ്ഞില്ലേ,
അവരിനിപ്പോൾ ഒരു 100 പ്രാവശ്യം ഒരു സംഭവം നുണ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് സത്യമാണെന്ന് വിശ്വസിക്കും. അതാണ് അവസ്ഥ. ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ അജയ് ദേവ്ഗൺ അങ്ങനെയുള്ള നടന്മാരൊക്കെ ഈ പാൻ മസാല സംഭവങ്ങൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് അവിടെയുള്ള ഒരുപാട് പേര് ഈ സാധനം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ, ഇതിൻ്റെ പ്രശ്നങ്ങൾ അറിയാണ്ട് ഈ മറ്റേ ഗുഡ്ക്കയായാലും പാൻ മസാലയായാലും അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? നിങ്ങളുടെ ഹെൽത്ത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇവർക്ക് ഇതിൽ നേട്ടം ഇല്ലാണ്ട് ഒരു സംഭവം ഇവർ പ്രൊമോട്ട് ചെയ്യില്ല. ഓക്കെ, അതിലെനിക്ക് മലയാളത്തിലെ കുറേ നടന്മാരെ റെസ്പെക്റ്റ് ഉണ്ട്. കാരണം അവർ ഫാൻസ് അസോസിയേഷൻസ് കാര്യങ്ങൾ വേണ്ടാന്ന് തന്നെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഓക്കെ, ഫാൻസ് അസോസിയേഷൻസ് കാര്യങ്ങൾ, ബ്ലഡ് ഡൊണേഷൻ അങ്ങനെയുള്ള ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്, അത് നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവർക്ക് വേണ്ടിയിട്ട് കുറേ പേര് ജോലിയും കളഞ്ഞ് അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസവും കളഞ്ഞിട്ട് സ്റ്റാച്ചു ഉണ്ടാക്കാനും പാല് തലയിലൂടെ വെച്ച് ഡാൻസ് കളിക്കാനും ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് ഓടിപ്പോകുന്ന ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നാട്ടിൽ. മറ്റേ ഓരോരുത്തന്മാർ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് തന്താനിന്നാണ് എപ്പോഴോ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്ന കുറേ പേരെ കണ്ടിട്ടില്ലേ? ഇമാതിരി അവസ്ഥയാണ്. എന്തിനാണ് ഇങ്ങനെ അന്ധമായിട്ട് ആരാധിക്കുന്നതെന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളാണ് സ്റ്റാർ. നിങ്ങളെ ദൈവം ഇവിടെ സൃഷ്ടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും സ്പേമിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളെ ഒരൊറ്റ ആൾ ഫൈറ്റ് ചെയ്ത് നിങ്ങൾ ഒരു മനുഷ്യനായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കേണ്ടത് നിങ്ങളാണ്. ഈ പറയുന്ന സിനിമാ നടന്മാരും ഈ പറയുന്ന രാഷ്ട്രീയക്കാരൊക്കെ നല്ല പൈസ ഉണ്ടാക്കി അവരുടെ ലൈഫ് സെറ്റിൽ ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും അടിയിൽ കിടക്കുകയാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ ചെസ് ബോർഡിലെ ഏറ്റവും ചെറിയ പോൺ എന്ന് പറയില്ല നമ്മൾ, പടയാളി, അതാണ് നിങ്ങൾ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ പടയാളിനെ എന്ത് ചെയ്യും? മുന്നോട്ട് നീക്കിയിട്ട് സത്യം പറഞ്ഞാൽ ചെസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് വെട്ട് കിട്ടുന്ന ആർക്കായിരിക്കും? പടയാളികൾക്കായിരിക്കും. മിക്ക ചെസ് ഗെയിമിലും പടയാളികളാണ് ഫുള്ള് ബലിയാടാവുന്നത്. കാരണം അവർ അടിമകളായിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ നിർത്താൻ വിധിക്കപ്പെട്ട ആൾക്കാരാണ്. ഓക്കെ, ഈ മന്ത്രി രാജാവൊക്കെ പിറകിൽ നിന്നിട്ട് എന്ത് ചെയ്യാണ്? ചില്ല് ചെയ്യാണ്, അവർ റിലാക്സ് ചെയ്യാണ്, അവർ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവർ കളിയിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ പടയാളികൾ അധികം പോയിട്ടൊക്കെ അവർ കളിയിലേക്ക് ഇറങ്ങുള്ളൂ. അതാണ് നിങ്ങൾ സത്യം പറഞ്ഞ ഒരു പടയാളിയാണ്, നിങ്ങളൊന്നുമല്ല, നിങ്ങളൊരു അടിമയാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക ആദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടേൺ ഇറ്റ് ഓഫ്. നമ്മൾ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം, ഇത് ലോകത്തിൽ എന്ത് നടക്കുന്നത്, എന്ത് പ്രശ്നം നടക്കുക, അത് നമ്മുടെ മൈൻഡിലേക്ക് എടുക്കാണ്ടിരിക്കുക. നമ്മളെന്ത് ചെയ്യുക? നമ്മളെ ജീവിതം മെച്ചപ്പെടുത്തുക. നമ്മൾ പൊളിറ്റിക്സിലേക്ക് അധികം ഇൻവോൾവ് ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ ജീവിതവും നമ്മുടെ ആൾക്കാരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. കാരണം ഇനി വരാൻ പോകുന്ന കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള, ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലമാണ് വരുന്നത്. നിങ്ങളുടെ കയ്യിൽ പൈസയും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഹെൽത്തും നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇന്ത്യ പോലത്തെ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ 1.4 ബില്യൺ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് 1.4 ബില്യൺ കോമ്പറ്റീഷനാണുള്ളത്. ഓക്കെ, അത് എപ്പോഴും ആലോചിക്കുക. അതിപ്പോൾ ലൈഫിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും. ഇപ്പോൾ നിങ്ങൾക്ക് ₹1 വേണമെങ്കിൽ ആ ₹1 1.4 ബില്യൺ ആൾക്കാർക്ക് വേണം. ഓക്കെ, നിങ്ങൾക്കൊരു പെണ്ണിന് ഇഷ്ടമാണെങ്കിൽ ഒരുപാട് പേർക്ക് ആ പെണ്ണിന് ഇഷ്ടമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ്, ഒരു കാർ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലൈഫിൽ എന്ത് നേടണമെന്നുണ്ടെങ്കിലും ഒരുപാട് കോമ്പറ്റീഷനാണ് നിങ്ങൾക്ക്. അത് നിങ്ങൾ ആലോചിക്കുക. പിന്നെ ഈ ആരാധിക്കുന്ന സംഭവത്തിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, മലയാളികൾക്ക് എസ്പെഷ്യലി ഇന്ത്യക്കാർക്ക് വൈറ്റ് വാലിഡേഷൻ ഭയങ്കരമായിട്ട് വേണം. വൈറ്റ് വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശികൾ അല്ലെങ്കിൽ വെള്ളക്കാർ, അത് ബ്രിട്ടീഷുകാരൊക്കെ കുറേ കാലം മുമ്പേ പോയി. ഓക്കെ, ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അത് നല്ലതാണെന്ന് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് വെള്ളക്കാർ അല്ലെങ്കിൽ അമേരിക്കക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ലതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് യൂട്യൂബിലേക്ക് ഒരുപാട് റിയാക്ഷൻ ചാനലുകൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് പൊങ്ങുന്നത്. ഓക്കെ, ഞാൻ സത്യം പറയാലോ, അവർക്ക് ഇന്ത്യക്കാരെ പറ്റിയിട്ട് അവരൊന്നും കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മലയാളികളെ പറ്റിയിട്ട് അവരൊന്നും കെയർ ചെയ്യുന്നില്ല. അത് ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. അവർ നമ്മളെ വളരെ ലോ ലെവലിൽ കാണുന്നതാണ്. അവർ നമ്മുടെ ഏതെങ്കിലും നാട്ടിൽ എന്തെങ്കിലും പാട്ടോ സിനിമയോ ഇറങ്ങി കഴിഞ്ഞാൽ അവർ റിയാക്ഷൻ വീഡിയോ ഇടും. എന്നിട്ട് ഇവിടെ കാണുന്ന എല്ലാ മണ്ടന്മാരും അത് കയറി ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് അതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. ഓക്കെ, അവർക്കറിയാം എവിടെയാണ് അവരുടെ വീഡിയോക്ക് മാർക്കറ്റ് എന്ന്. അവർ നേരെ എന്ത് ചെയ്യും? ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും. നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ പേര് എന്ത് ചെയ്യും? അത് നേരെ ക്ലിക്ക് ചെയ്യും. അയ്യോ, അവർ മറ്റേ പുതിയ വിജയുടെ പടത്തിൻ്റെ ട്രെയിലർ കണ്ടു. അപ്പോൾ വിദേശികൾ കണ്ട് നല്ല പറഞ്ഞാൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ വൈറ്റ് വാലിഡേഷൻ എന്നുള്ള ചിന്താഗതി വരുന്നത്? നിങ്ങൾ വിചാരിക്കുന്നതുണ്ടാവും ഇന്ത്യക്കാർക്ക് നല്ല പേരാണ് പുറത്തുനിന്നൊക്കെ. അത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതെല്ലാവരും കാണുക. അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് ഇന്ത്യക്കാരുടെ ഇമേജ് പുറത്ത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, അവർക്ക് ഇതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല. ഈ റിയാക്ഷൻ ചാനലുകളിൽ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ബ്രിട്ടീഷുകാർ പോയിട്ടും നിങ്ങൾക്ക് എന്താണ്, വെള്ളക്കാർ അംഗീകരിച്ചാൽ ഓക്കെ, നല്ലതാണ്. നമ്മുടെ ലൈഫിൽ നമുക്കൊരു പ്രൗഡ് വേണം. ഓക്കെ, നമ്മളെന്താണ്, അവർക്ക് ലോകത്തിലുള്ള അതേ പവർ ഇപ്പോൾ നമുക്കും ഉണ്ട്. അവർ ചിലപ്പോൾ നമ്മളെക്കാളും സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരായിരിക്കും. പക്ഷേ അവർക്കുള്ള അതേ ഹ്യൂമൻ റൈറ്റാണ് നമുക്കും ഉള്ളത്, അവർക്കുള്ള അതേ പവറാണ് നമുക്കും ഉള്ളത്. നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളെയും അംഗീകാരം നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കേണ്ടത്. അതാണ് ഞാൻ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഷൈജു ദാമോദരൻ കുറച്ച് കാലം മുമ്പ് ഏതോ ഒരു ഫുട്ബോളറെ കാല് ഉമ്മ വെച്ച സംഭവം ഉണ്ടായി. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്കുണ്ടായ ഡിസ്ഗസ്റ്റ്, അതായത് അത് കണ്ടപ്പോൾ എനിക്കുണ്ടായ ആ വെറുപ്പുണ്ടല്ലോ, അതെനിക്ക് മാറാൻ ഒരുപാട് ദിവസം എടുത്തു. അതായത് പുള്ളി ഒരു വെള്ളക്കാരൻ്റെ ഒരു കാല് ഉമ്മ വെക്കുക. അതിനിപ്പോൾ വെള്ളക്കാരനല്ല എന്ന് തന്നെ വെക്കട്ടെ, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യൻ്റെ കാല് ഉമ്മ വെക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. അപ്പോൾ എത്രത്തോളം എന്താ പറയുക, ആരാധന മെൻറ്റാലിറ്റിയാണ്. നമ്മൾ എന്ത് കണ്ടാലും അങ്ങ് കയറി ആരാധിക്കണം. സിനിമയിലെ കണ്ടല്ലേ, നിങ്ങൾ എനിക്ക് ദൈവമാണ്, നിങ്ങൾ എൻ്റെ ദൈവമാണെന്നൊക്കെ പറഞ്ഞു. എന്തിനാണത്? ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ താങ്ക് യു പറയുക, ആ ചെയ്ത ഉപകാരത്തിന് നന്ദി പറയുക. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യുക, അയാൾക്ക് ഉപകാരം തിരിച്ച് നമ്മളും ചെയ്തു കൊടുക്കുക.
നമ്മളൊരാൾക്ക് ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ദൈവമായിട്ട് കണ്ട് പൂവിട്ട് പൂജിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ അവർ ഡൊണാൾഡ് ട്രംപിനെ, മോദീനൊക്കെ അമ്പലത്തിലൊക്കെ വെച്ചിട്ട് പൂജിക്കുന്നൊക്കെയുണ്ട്. എന്തിനാണെന്ന് ദൈവത്തിനറിയാം. നാട്ടിൽ ഒരുപാട് പേര്, ഈവൻ കുഞ്ഞു കുട്ടികൾ വരെ ഡിപ്രഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഈ ക്ലിനിക്കലി പ്രൂവൺ ഡിപ്രഷൻ ഉണ്ട്, അത് വേറെ. പക്ഷേ നാട്ടിൽ ഒരു ബ്രേക്കപ്പ് വരുമ്പോഴത്തേന് അല്ലെങ്കിൽ എക്സാമിൽ തോൽക്കുമ്പോഴേക്ക് സാഡാണ്, ഡിപ്രസ്ഡ് ആണെന്ന് അവരെന്ത് ചെയ്യുക, അവരൊരു വിക്റ്റിമായിട്ട് അവർ സ്വയം അങ്ങോട്ട് പ്രഖ്യാപിക്കുക, ഞാൻ ഡിപ്രഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര ബാഡായിട്ടുള്ളൊരു ട്രെൻഡാണ്. ഇതിൻ്റെ ഒക്കെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൺട്രോളിലല്ലാതെ, ഞാൻ പിന്നെയും പറയുന്നത്, നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ വറി ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു ബുക്കാണ് മാർക്കസ് അഴഗിലിയസിൻ്റെ മെഡിറ്റേഷൻസ് എന്ന് പറഞ്ഞ ബുക്ക്. അതിന് മലയാളം കോപ്പി ഉണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, അത് വായിക്കാം. അതിൽ പറയുന്നൊരു തിയറിയാണ് സ്റ്റോയിസിസം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ വായിക്കേണ്ട കാര്യമാണ്. അതിൽ ഞാൻ പറയുന്ന ഈ പ്രസ്താവന വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ കൺട്രോൾ അല്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കാണ്ടിരിക്കുക. ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സിൽ നഷ്ടം വന്നു, നിങ്ങൾ ബ്രേക്കപ്പായി, ഒക്കെ ഒരു പെൺകൊച്ചിനായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടിയുമായിട്ട് നിങ്ങൾ ബ്രേക്കപ്പായി, അല്ലെങ്കിൽ ലൈഫിൽ എന്തോ സംഭവിച്ചോട്ടെ, അത് നിങ്ങളെ കൺട്രോളില്ല, ഇനി അത് കഴിഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി നിങ്ങളുടെ സിറ്റുവേഷൻ സങ്കടപ്പെട്ട് അല്ലെങ്കിൽ ഡിപ്രഷനിലൂടെ പോയിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ മോശമാക്കാണ്ട് അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. അതാണ് ഈ ബുക്കിൽ പ്രത്യേകിച്ച് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനാണ് നോക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ നാട്ടിൽ ഒരുപാട് അൺഎംപ്ലോയ്മെൻ്റ് ഉള്ളത്, ഒരുപാട് പേർക്ക് നാട്ടിൽ ജോലിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, ഓക്കെ ഞാൻ ഇത്രയും പഠിച്ചു, എനിക്ക് പഠിച്ച് ജോലി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹമുള്ള ജോലി കിട്ടിയിട്ടില്ല. സത്യം പറയാലോ, ഈ പാഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും, ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത്, ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മൾ പാഷൻ്റെ പുറകെ പോകണമെന്ന്. പാഷൻ്റെ പുറകെ പോയിട്ട് രക്ഷപ്പെട്ട ആൾക്കാർ വെറും 10% ഉള്ളൂ. ഉള്ള കാര്യം ഞാൻ പറയാം, നിങ്ങളടുത്ത് മൂത്തോക്കി പറയാം. നിങ്ങൾ സ്കില്ലിന് പുറകെ പോകണമെന്ന് ഞാൻ പറയാം. എൻ്റെ പാഷൻ സത്യം പറഞ്ഞാൽ മലയാളത്തിൽ സിനിമ ചെയ്യണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ പാഷൻ. ഓക്കെ, മലയാളത്തിൽ മൂവി ഡയറക്റ്റ് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്ക് സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ 4-5 വർഷം എൻ്റെ ലൈഫിലെ 4-5 നല്ല വർഷങ്ങൾ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പാഷൻ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. അപ്പോൾ അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, ഓക്കെ എൻ്റെ സ്കിൽ എന്താണ്, അതനുസരിച്ചുള്ള ബിസിനസ്, അതനുസരിച്ചുള്ള വർക്കാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഏൺ ചെയ്യാനും പറ്റുന്നുണ്ട്. ഓക്കെ, ഞാൻ മൾട്ടിപ്പിൾ ബിസിനസ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വഴിയെ ഞാൻ പറയും ചെയ്യാം. ഓക്കെ, അപ്പോൾ പാഷൻ നോക്കി ഒരിക്കലും നിങ്ങൾ പോകരുത്. പാഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട് സക്സസ്ഫുൾ ആവും എന്നുണ്ടെങ്കിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. അത് ഞാൻ പറഞ്ഞ പോലെ 10% ആൾക്കാരെ സക്സസ്ഫുൾ ആവുന്നുള്ളൂ. ഇപ്പോൾ ചൈനയിലുള്ള, അമേരിക്കയിലുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളൊരു മാർബിൾ ബിസിനസ്മാന് മാർബിളിനോട് ഭയങ്കര പാഷനോ സ്നേഹം ഉണ്ടായിട്ടല്ല ആൾ സക്സസ്ഫുൾ ആയത്. ആളിനിപ്പോൾ മില്യണയർ ആയിട്ടുണ്ടെങ്കിൽ അതായിരിക്കില്ല ആളുടെ പാഷൻ. പക്ഷേങ്കിൽ ആളുടെ സ്കിൽ എന്തായിരുന്നു, ബിസിനസ്സായിരുന്നു ആളുടെ സ്കില്ല്. അല്ലെങ്കിൽ ആൾക്കറിയാം ആൾക്ക് കച്ചവടം നടത്താൻ പറ്റും, അതായിരുന്നു ആളുടെ സ്കില്ല്. അപ്പോൾ ആളെന്ത് ചെയ്ത് റിയലൈസ് ചെയ്തിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്തു. നിങ്ങൾക്ക് എന്താണോ സ്കില്ല്, ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കണം, അയ്യോ എനിക്കൊരു സ്കില്ലില്ല, എനിക്കൊരു കഴിവില്ല എന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ ഓൺലൈനിൽ ഒരുപാട് പൈസ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്കാം കാര്യങ്ങൾ ഒരുപാടുണ്ട്. സ്കാം അല്ലാണ്ട് ഇപ്പോൾ ഈ ഹാംസ്റ്ററിൽ നിന്ന് കുത്തുന്ന കാര്യം എന്നല്ല ഞാൻ പറയുന്നത്. ഓൺലൈനിൽ റിയലായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ കുറഞ്ഞ പൈസക്ക് അല്ലെങ്കിൽ തീരെ 0 പൈസക്ക് തന്നെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട്, നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് വഴികളുണ്ട്. ഇതെല്ലാം ഞാൻ വരുന്ന വീഡിയോസിൽ പറയുന്നതായിരിക്കും. ആമസോണിൽ സെല്ലിംഗ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണെങ്കിലും, ക്രിപ്റ്റോ, സ്റ്റോക്ക് മാർക്കറ്റ്, ഇതിനൊക്കെ പറ്റിയിട്ട് ഞാൻ വരുന്ന വീഡിയോസിൽ പറയുന്നതായിരിക്കും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങൾ ഒരു കഴിവില്ല, ഒരു വിദ്യാഭ്യാസമില്ല, അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ സ്കിൽ എന്താണ് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് മാക്സിമം നിങ്ങളുടെ സ്കില്ലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബെസ്റ്റ് ആവുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംഭവം ഉണ്ടാക്കാൻ അറിയാം, ഓക്കെ, നിങ്ങൾക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ അറിയാം, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിൽ ദി ബെസ്റ്റ് ആവുക. അത് നിങ്ങളുടെ സ്കില്ലാണെങ്കിൽ അത് നിങ്ങൾ വർക്ക് ചെയ്ത് പഠിച്ച് റിസർച്ച് നടത്തി നിങ്ങൾ അതിൽ ബെസ്റ്റ് ആവുക. എന്താണോ നിങ്ങളുടെ സ്കില്ല് അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, അൾട്ടിമേറ്റ്ലി നിങ്ങളായിരിക്കണം അതിൻ്റെ ബിഗ് ബോസ്, ഫൈനൽ ബോസ് നിങ്ങളായിരിക്കണം. ഓക്കെ, ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ അടിച്ചിട്ട് മേലെ കയറി പോകാൻ പറ്റുള്ളൂ. അത്രയും എക്സ്പേർട്ട് ആവുക. എന്താണ് നമ്മുടെ സ്കില്ല് അതിൽ പുഷ് ചെയ്യുക. പാഷനൊക്കെ നിങ്ങൾ മറന്നേക്ക്. ഓക്കെ, ഇപ്പോൾ ഒരു കുട്ടി വന്നിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യണം, പാഷനോ, എൻ്റെ പാഷനൊക്കെ എനിക്ക് ആസ്ട്രോണോട്ട് ആവണമെന്ന് പാഷൻ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ വീട്ടുകാർക്കും ആ കുട്ടിക്കും പൈസ ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു കാലത്തും ആസ്ട്രോണോട്ട് ആവാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുപോലെയാണ് എല്ലാ കാര്യവും. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക. പാഷൻ എന്ന് 24 hours പറഞ്ഞുകൊണ്ടിരുന്ന പാഷൻ ഒരിക്കലും നമുക്ക് കഞ്ഞി കുടിക്കാനുള്ള വക തരില്ല. പിന്നെ എപ്പോഴും നമ്മൾ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കുക. എല്ലാ ആളുകളിൽ നിന്നും, എല്ലാ സംഭവങ്ങളിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടെന്നുള്ളൊരു മൈൻഡിൽ വേണം നമ്മുടെ ജീവിതത്തിനെ സമീപിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്നിട്ട് നിങ്ങൾക്ക്, ഓക്കെ, നിങ്ങളുടെ സ്കിൽ ബേസ്ഡ് ആയിട്ട് നിങ്ങളുടെ നാട്ടിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നാടിന് മാറുക. ഓക്കെ, നിങ്ങളിപ്പോൾ നാടിന് കുറച്ചും കൂടി ബിഗ് ആയിട്ടുള്ള സിറ്റിയിലേക്ക് മാറുക, അല്ലെങ്കിൽ ദുബായ് പോലെയുള്ള, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോറിൻ കൺട്രീസിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോയിട്ട് രക്ഷപ്പെടുക. ഓക്കെ, എനിവേസ്, എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൊരു കാര്യം, കൺക്ലൂഷനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സഹനടനല്ലാണ്ട് നിങ്ങൾ മെയിൻ ക്യാരക്ടർ ആവുക. നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ജീവിതം എവിടെ പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ന്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്ന പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും നിങ്ങൾ തലയിൽ എടുക്കാണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഫോക്കസ് ചെയ്യുക. നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുക. നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പഠിക്കുക, സ്വയം ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. വേറെയും ഒരുപാട് വീഡിയോസ് ഉണ്ട് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള. സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.